സല്യൂട്ട് ഭാരത്. ഇന്നിപ്പോൾ നമ്മുടെ അതിഥിയായിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ ആണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മൾ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വലിയ ഒരു രാഷ്ട്രീയ ഓപ്പറേഷൻ, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അമിത്ഷാ ബംഗാളിലുണ്ട്. അമിത്ഷാ ബംഗാളിലുള്ളപ്പോൾ ഇതാ ഡൽഹിയിൽ നടന്നിരിക്കുന്നൊരു വലിയ ഓപ്പറേഷൻ AAPയുടെ, അതായത് ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ അംഗങ്ങളെ അടർത്തിക്കൊണ്ട് BJP ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ BJP നടത്തുന്ന ഇത്തരത്തിൽ, അതെ അപ്പോൾ സാർ, ഇത് ശരിക്കും ഞെട്ടലുളവാക്കി. കാര്യം അദ്ദേഹം ബംഗാളിലാണ്, അമിത്ഷാ ബംഗാളിലാണ്. അമിത്ഷായെ പോലെ BJPയുടെ ഇത്രയും ചാണക്യതന്ത്രമുള്ള ഒരു നേതാവ് മറ്റാരും ഉണ്ടാകില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. സാർ, ഇത് BJP അവരുടെ വരാനിരിക്കുന്ന ചില ഈ തിരഞ്ഞെടുപ്പുകൾ, അതായത് ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ, പഞ്ചാബ്, ഗോവ, ഗുജറാത്ത്, UP തുടങ്ങിയിടങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ സ്ട്രാറ്റജി, അവർക്ക് എങ്ങനെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു മുന്നൊരുക്കമല്ലേ? കൂടാതെ 2029 വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഒറ്റ കക്ഷിയായി തങ്ങൾക്ക് തീരണം എന്നുള്ളൊരു തീരുമാനവും ഇതിൻ്റെ പിന്നിലില്ലേ? ഒന്ന് പറയാം. അക്ഷരാർത്ഥം 2029 ലക്ഷ്യമാക്കിയാണ് BJP. നമ്മളത് ഏറ്റവും വ്യക്തമായി കണ്ടത് വനിതാ ബിൽ ഇപ്പൊ കൊണ്ടുവന്ന് എന്തിനു അവതരിപ്പിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം 2029 ലക്ഷ്യം. 2029 വനിതാ ബില്ല് നടപ്പിലാക്കുന്നതിന് ഇനി 3/2 ഭൂരിപക്ഷമൊന്നും വേണ്ട. പക്ഷെ എങ്കിൽ പോലും BJP അടുത്ത ഇലക്ഷനിൽ ഉന്നയിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് 3/2 ഭൂരിപക്ഷം ലഭിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. വനിതാ ബില്ലാവട്ടെ, ഏകീകൃത സിവിൽ കോഡ് ആവട്ടെ, ഏത് വിഷയങ്ങളായാലും കോൺഗ്രസ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷനിൽ വനിതാ ബിൽ എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. അപ്പോ വനിതാ ബിൽ അംഗീകരിച്ചു വരുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ തടസ്സമായിരുന്നത് നോർത്ത് സൗത്ത് 2 ഡിവിഷൻ വരുമ്പോൾ അവിടെ നോർത്തിൽ വലിയ സീറ്റ് വ്യത്യാസം ഉണ്ടാവുകയും സൗത്തിൽ കുറയുകയും ചെയ്യും അടുത്ത സെൻസസ് വന്നിട്ടൊക്കെ അവതരിപ്പിച്ചാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരുപാട് തർക്കം വന്നു. അതാണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞങ്ങൾ അവർക്കൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അവർ വെച്ച നിർദ്ദേശമാണ്, അതായത് 50%, KC വേണുഗോപാൽ തന്നെ പാർലമെന്റിൽ പറയുകയാണ്, 50% ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സീറ്റുകൾ നൽകുകയാണെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതായത് 20 സീറ്റുള്ള കേരളത്തിന് 30, 80 സീറ്റുള്ള UPക്ക് 120, ബീഹാറിന് 49 ഉള്ളത് അതുപോലെ. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും അത് കണക്കാക്കിയുള്ള സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ 59 ഉള്ളത് അത് വർദ്ധിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും എത്ര സീറ്റാണോ ഉള്ളത് അതിന്റെ 50%, 39 ആകുന്ന തമിഴ്നാടിന് അതുപോലെ തന്നെ 50% കൊടുക്കുക. ഇങ്ങനെ ഓരോ വർധനവ് വന്നു കഴിഞ്ഞാൽ ഞാൻ പരാതിയില്ല എന്നുള്ളതാണ്. വളരെ തന്ത്രശാലിയായ അമിത്ഷാ അതിൽ ഇടപെട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിന് തയ്യാറാണ്. അപ്പോ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായി. ഇതെന്തോ ട്രാപ്പാണ്, ഈ ട്രാപ്പിൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അതും അംഗീകരിക്കേണ്ട. സഭയിൽ ബഹളം ഉണ്ടാക്കി വോട്ടെടുപ്പിന് പോയി തോൽപ്പിച്ചു. ഇപ്പൊ 12 വർഷത്തെ മോദി ഭരണത്തിൽ ഒരിക്കൽ പോലും മോദിയെ ഒരു മെയിൻ ഇലക്ഷനിൽ പ്രധാനമായി പരാജയപ്പെടുത്താൻ കഴിയാത്ത കോൺഗ്രസ്, ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി പറഞ്ഞിട്ട് തെരുവിലിറങ്ങി വനിതാ MPമാരടക്കം മുദ്രാവാക്യപ്പെടുത്തി. ഇതിൽ തന്നെ അവർ ട്രാപ്പിലായി കഴിഞ്ഞു. കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് ഇത് വലിയൊരു ആയുധമാണ്. എന്തിന് വെസ്റ്റ് ബംഗാളിൽ പോലും മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം വോട്ടുകൾ, അതായത് രോഹിംഗ്യൻസ് അടക്കം ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ വോട്ട്, രണ്ടാമത്തേത് വനിതകളുടെ വോട്ട്. ഈ 2 വോട്ട് ബാങ്കിലാണ് ശ്രദ്ധ. ആ വോട്ട് ബാങ്കിൽ പോലും ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഇത് കാരണമാക്കും. അതിനാണ് ഇത്ര ഉത്തരപ്പാടിൽ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ച് പരാജയപ്പെടുത്താൻ തയ്യാറാണ്. ഇതൊരു തന്ത്രം. രണ്ടാമത്തെ തന്ത്രം വരുന്നത് ഇതൊന്നുമല്ല, BJPക്ക്
ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭൂരിപക്ഷത്തിന്, അതായത് 3-2 ഭൂരിപക്ഷത്തിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പഞ്ചാബാണ്. പഞ്ചാബിൽ 13 സീറ്റ് ഉള്ളതിൽ 13 സീറ്റും ഇത്തവണ പിന്നെ മറ്റു മുന്നണികൾക്കാണ് പോയത്. BJP സീറ്റ് പോലും കിട്ടിയില്ല. AAPക്ക് അവിടെ 3 സീറ്റേ കിട്ടിയുള്ളൂ. 7 സീറ്റ് കിട്ടി. ഇൻഡിപെൻഡൻസിന് 2 സീറ്റ് കിട്ടി. പിന്നെ നമ്മുടെ ശിരോമണി അകാലിദളിനും 1 സീറ്റ് കിട്ടി. അത് BJP ആയിട്ട് സപ്പോർട്ട് നിന്നാണ്. അവർക്ക് പോലും 1 സീറ്റ് കിട്ടി. എന്നിട്ടും BJPക്ക് 1 സീറ്റ് കിട്ടി. അപ്പൊ അവിടെ 13-ൽ 13 BJPക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പുറമെ വെസ്റ്റ് ബംഗാളിൽ പിന്നെ അവിടെയുള്ള 42 സീറ്റിൽ 12 സീറ്റിലാണ് BJP കഴിഞ്ഞ തവണ വിജയിച്ചത്. വലിയ മത്സരം നടത്തിയിട്ട് 12 സീറ്റ് അവർക്ക് കിട്ടി. ഏകദേശം 29 സീറ്റ് ആണെങ്കിൽ 30 നമുക്ക് സൗകര്യത്തിന് കണക്കൂട്ടാം. ഒരു 30ഓളം സീറ്റുകളിൽ അവർക്ക് ഇനിയും പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ തമിഴ്നാട് 39-ൽ 39ഉം പിന്നെ ഇന്ത്യ മുന്നണി പിടിക്കുന്ന അവസ്ഥയായിരുന്നു. DMKയുടെ മുന്നണി പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോ പിന്നെ കേരളമാണ്. കേരളത്തിൽ 20-ൽ 20 2024-ലും അത് തന്നെയാണ് അവസ്ഥ. 20-ൽ 20ഉം 20-ൽ 19 ഒരു സീറ്റ് തൃശ്ശൂർ മാത്രമാണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഏകദേശം 100ഓളം സീറ്റുകൾ, 100 സീറ്റ് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഈ 4 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ, അതായത് പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളം, ഇത്രയും സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ 100 സീറ്റുകൾ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഇലക്ഷൻ വരാൻ പോകുന്ന ഗോവ, ഗുജറാത്ത്, UP ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അതും അവർക്ക് ഭാവിയിൽ ദോഷമായി. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗോവയിലും ഗുജറാത്തിലും പഞ്ചാബിലും. ഗുജറാത്തിൽ കോൺഗ്രസ് ഒരു ഭയപ്പെടുത്താനുള്ള കക്ഷിയല്ലെന്ന് അവർക്കറിയാം. പക്ഷെ അവിടെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ 265 സീറ്റുള്ള 64 ആ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ 50 സീറ്റുകളിൽ അവർക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. ആ വളർച്ച എന്ന് പറയുന്നത് BJPയെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെയും ഒരു ചോർച്ച ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചാബിൽ 13 സീറ്റിൽ അധികവും ഇനി ആം ആദ്മി പാർട്ടിയാണ് പിടിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അവിടെയും ഒരു മാറ്റം അത്യാവശ്യമാണ്. അതായത് സാർ പഞ്ചാബില്, സാർ ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാർ, പഞ്ചാബില് 117 സീറ്റാണ്, 117 അംഗങ്ങളാണ്. അസംബ്ലി അല്ലേ പറയുന്നത്, പാർലമെന്റ് ആണ്. മനസ്സിലായി സാർ, മനസ്സിലായി. 13 സീറ്റുള്ളതിൽ 1 സീറ്റ് പോലും BJP കിട്ടിയില്ല. മനസ്സിലായി സാർ. കുറച്ചെങ്കിലും പിടിക്കണം. ഞാൻ പറഞ്ഞ 100 സീറ്റുകൾ ഇന്ന് BJPക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പഞ്ചാബ്, മനസ്സിലായി സാർ, മനസ്സിലായി. 100 സീറ്റ് ക്ലീൻ ആയിട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥയാണുള്ളത്. മനസ്സിലായി. അപ്പൊ ഇതുപോലെ ഇനി വന്നാൽ 240 എന്നുള്ളത് 340 360 ആകേണ്ട ഒരു സാഹചര്യം BJP കിട്ടണമെങ്കിൽ ഈ തരത്തിൽ ഒരു സ്ട്രെങ്ത് വേണം. 360 ആയാലേ 3-2 ആവുള്ളൂ. പിന്നെ ഘടകകക്ഷികളും എല്ലാം കൂടെ ചേർന്ന് അവർക്കൊരു 400 അടുപ്പിച്ച് കിട്ടണം. 400 ഭാഗത്തുള്ള പഴയ തീയതിയിലേക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ ഓപ്പറേഷൻസ് ആവശ്യമാണ്. അതാണ് ഓപ്പറേഷൻ താമര എന്ന് താങ്കൾ പറഞ്ഞ പഞ്ചാബിലെ ഓപ്പറേഷൻ നടന്നത്. അപ്പൊ ഇതിന് വലിയ കാൽക്കുലേഷൻ. ഇതിനോടൊപ്പം ഇനി വരാൻ പോകുന്ന ഫെബ്രുവരിയിലോ മാർച്ചിലോ വരാൻ പോകുന്ന 10 മാസങ്ങൾ, 10 മാസത്തെ സമയമുണ്ട്. കാരണം അതിന് ഡിക്ലെയർ ചെയ്യും 10 മാസത്തിനകം ഒരു ഗവൺമെന്റ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് പിടിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJP ശ്രമിക്കുന്നത്. അത് അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് പറയാൻ കഴിയുക. കാരണം രാഘവ് ശ്രദ്ധ അടക്കമുള്ളവരാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയവും അവരെ വിജയിപ്പിക്കുന്നതിനും എല്ലാത്തിനും മുഖ്യമായ പങ്ക് വഹിച്ചത്. അവർക്കൊരു 60-62 പേരെ അത് നടത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓപ്പറേഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ സാർ ഇതിൽ ഈ പഞ്ചാബിൽ ഇത്തരത്തിൽ ഈ ഒരു 10 മാസങ്ങൾക്ക് ശേഷം ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് പോലെ തന്നെ ഗോവയിലും ഗുജറാത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അവിടെയും പറയണം സാർ. അവിടെയും ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട്, ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഇപ്പോൾ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ സടകുടൻ എണീക്കുമോ എന്ന് BJPക്ക് ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് കെജ്രിവാൾ
പൂർണ്ണമായും കുറ്റവിമുക്തനായിട്ടില്ലെങ്കിലും കീഴ്ക്കോടതിയിൽ ഒരു കുറ്റവിമുക്തനായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കേസ് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഇപ്പൊ വീണ്ടും പ്രശ്നം നിൽക്കുകയാണ്. എങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഗുജറാത്തിലും ഗോവയിലും പഞ്ചാബിലും ഒരു ഉയർന്നെഴുന്നേൽപ്പിന് ആം ആദ്മി പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കരുത്, തലക്കടി കൊടുത്തിരുത്തേണ്ട സാഹചര്യമാണ് എന്ന് BJPക്ക് തോന്നിയതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷന് വരുന്നത്. ആ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ഗോവയിലും റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞത് അവിടെ ഏതോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്വയം പിൻവലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. കാണിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കോൺഫിഡൻസേ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് പഞ്ചാബിൽ ഇങ്ങനെ വന്നത്, ഡൽഹിയിൽ സീറ്റ് പിന്നെ ഇലക്ഷനിലൂടെ തന്നെ നഷ്ടമായത്, ഭരണം നഷ്ടമായത് എല്ലാം ആം ആദ്മി പാർട്ടിയുടെ നട്ടൽ തകർക്കുന്ന പരിപാടിയായി മാറി. അത് താങ്കൾ പറഞ്ഞതുപോലെ ഗോവ, ഗുജറാത്ത്, പഞ്ചാബ് ഇലക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ UP ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ മുലായം സിംഗ് യാദവിന്റെ പുത്രന് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോവാണ്. അഖിലേഷ് യാദവിന് നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് ഏറ്റവും സപ്പോർട്ട്, പ്രത്യേകിച്ച് UPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സന്ദർഭം വന്നിട്ട് ആ സന്ദർഭത്തിൽ വനിതാ സംവരണ ബില്ലിനെ സപ്പോർട്ട് ചെയ്യാതെ നിന്നു എന്നുള്ളത് വനിതകൾക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം, രണ്ടാമത് UPക്ക് എന്ന് മൊത്തത്തിൽ രണ്ടാമത്തെ ഒരു കാര്യവുമായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇത് വലിയൊരു വിഷയമായിട്ട് വരും. അന്ന് നോർത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് UPയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ടുവന്ന DMKക്കും കോൺഗ്രസിനും ഒപ്പം നിന്ന് UPയെ ചതിച്ചു എന്ന് പറയാൻ കൂടെയുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. ഒപ്പം വനിതാ ബില്ലിനെ ചതിച്ചു. പണ്ടും വനിതാ ബില്ലിനെ ചതിച്ചത് സമാജ്വാദി പാർട്ടിയും ലാലുവും ചേർന്നാണ്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ പ്രതിപക്ഷം ഇപ്പൊ കരയുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യം തകർത്തു. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വഴി ജനാധിപത്യം തകർത്തു എന്ന് പറയുന്നു. ജനാധിപത്യം സത്യത്തിൽ തകർത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. 41 തവണയാണ് സർക്കാരുകളെ നിഷ്കരണം പുറത്താക്കിയത്. 2009 വരെ. 2009 ശേഷം അത്തരമൊരു നടപടി ഉണ്ടായില്ല. മോദി വന്നതിന് ശേഷം ആരെയും അങ്ങനെ പിരിച്ചുവിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രസിഡന്റ് ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സാർ, ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ് സാർ. അതായത് സാർ, നമുക്കിപ്പോൾ ഈ രാഘവ് ചദ്ദ എന്ന് പറയുന്ന AAPയുടെ നേതാവ്, അദ്ദേഹത്തെ ഉൾപ്പെടെ ഏതാണ്ട് 7 പേരെയാണ് അദ്ദേഹം കൊണ്ടുപോയത്. അതായത് ഹർഭജൻ സിംഗ്, അശോക് മിത്തൽ, രജീന്ദർ ഗുപ്ത എന്നിങ്ങനെ AAPയുടെ നേതാക്കളെ ഒന്നോടെയാണ് അടർത്തിക്കൊണ്ടുപോയത്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ AAPക്ക് ഒരു ഈ അടുത്ത കാലങ്ങളിൽ നിശബ്ദനായിരുന്നത് കൊണ്ട് തന്നെ ആണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയതെന്നും, മറിച്ച് ഈ രാഘവ് ചദ്ദയ്ക്ക് ഏതാണ്ട് ഈ പറയുന്ന കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സമ്പന്നയായ ഒരു സ്ത്രീയാണെന്നും അവർ മോഡൽ രംഗത്തൊക്കെ ഉള്ളതാണെന്നും, അതൊക്കെ അത്തരം അവരുടെ പിന്നെ അന്വേഷണങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികൾ നടത്തുമെന്നുള്ള പേടിയൊക്കെയാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് എത്തിച്ചത് എന്നും പറയുന്നുണ്ട്. പിന്നെ രവനീത് സിട്ടു എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, അദ്ദേഹത്തിന് ഈ ഗ്രാമീണ മേഖലയും രാഘവ് ചദ്ദയെ നഗരമേഖലയും ഏൽപ്പിക്കണമെന്നൊക്കെ. അതായത് സാർ, നമ്മുടെ ഇതിന് രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. BJPയുടെ പുതിയ പ്രസിഡന്റ് നിതിൻ നബീൻ എന്ന ഏതാണ്ട് 45 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ BJP മുൻകൂട്ടി കണ്ട ചില മുൻപേ കാണുന്ന ചില പദ്ധതികളുടെ തുടക്കമെന്ന് തന്നെയല്ലേ ഇതിൽ പറയേണ്ടത്? സാർ, ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം, സമയക്കുറവ് മൂലമാണ്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടമായ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം, നിതിൻ നബീന്റെ വരവോടുകൂടി അദ്ദേഹത്തിനെ ബീഹാറിൽ തന്നെ അറിയപ്പെടുന്ന സൂക്ഷ്മദർശിനി എന്നാണ്. വളരെ മൈന്യൂട്ടായിട്ട് ഓരോ ജനങ്ങളും അവിടുത്തെ ജാതി ഉപജാതി വോട്ട് വിഭാഗങ്ങളെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ച് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ BJPക്ക് വൻ വിജയം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചാണ് അദ്ദേഹം. ഇപ്പോൾ BJPയുടെ പ്രസിഡന്റായി വന്നതോടുകൂടി അദ്ദേഹം സൗത്തിൽ ആദ്യം ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്നു. ഇനിയിപ്പോൾ BJPക്ക് കിട്ടാത്ത മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. പഞ്ചാബിൽ 13-ൽ 13 ഇല്ല. വെസ്റ്റ് ബംഗാളിൽ ഭൂരിഭാഗം സീറ്റുകളും പിന്നെ മമതയുടെ കയ്യിലാണ്. തമിഴ്നാട്ടിൽ അതുപോലെ 100% സാറ് പറയുന്നത് 2029 ലോകസഭയാണ്. അതിനോടൊപ്പം തന്നെ അവർ നിയമസഭയും കണ്ണുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ പഞ്ചാബിൽ തീർച്ചയായിട്ടും രാഘവ് ചദ്ദ
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നുകൊണ്ട് ഒരു ഇലക്ഷൻ നടന്നുകൂടാകില്ല. അതായത് രാഘവ് ചദ്ദ എന്ന് പറയുന്ന ആള് അടുത്ത ജൂനിയർ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന ആളാണ്. 37 വയസ്സേ ഉള്ളൂ. അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പീരീഡ് കഴിഞ്ഞാൽ അടുത്തത് AAP നയിക്കാൻ കൊണ്ടുവേണ്ട ആള് എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. പിന്നെ താങ്കൾ പറഞ്ഞ സാമ്പത്തികമായ കാര്യങ്ങൾ, ഇതൊക്കെ ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. ഈ CBIയെ കൂട്ടിലിട്ട തത്ത എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചത് ആരാണ്? കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെയുള്ള പ്രതിപക്ഷം തന്നെയാണ്. ആ പ്രതിപക്ഷം തന്നെ ആ ഭരണപക്ഷം മാറി ഇപ്പൊ പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ കൂട്ടിലിട്ട് തത്ത നമ്മുടെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ CBI അടക്കം IB അടക്കം എല്ലാവരെയും ഇത് പറയുന്ന, അതുപോലെ തന്നെ പിന്നെ കേന്ദ്രത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഏജൻസികളെയും ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ കയറ്റുന്ന ഒരു സമ്പ്രദായം. ഏതായാലും സാർ ഞാൻ സമയക്കുറവ് പോലെ ഇടപെടുകയാണ്. നിർദ്ദേശിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ്, ഞാൻ പറഞ്ഞില്ലേ, 41 അട്ടിമറികൾ, ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നതിൽ അതില് പലതും വെറും നിസ്സാര കാരണങ്ങളാണ്. ഹരിയാനയിൽ ഒരിക്കൽ ഗവൺമെന്റിനെ അട്ടിമറിച്ചത് അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ അവിടെ 67-ലാണെന്നാണ് ഓർമ്മ. ഇന്ദിരാഗാന്ധിയെ അവിടെ നദീജല തർക്കം, പഞ്ചാബ് ഹരിയാന നദീജല തർക്കം ഇല്ലാതാക്കുന്നതിന് ഒരു ആർബിട്രേറ്റ് ആയിട്ട് വെച്ചു. ഹരിയാന അംഗീകരിച്ചു. ഏതായാലും സാർ പറയുന്ന പോലെ കോൺഗ്രസ് ആണ് നമ്മുടെ ഭാരതം ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ള പാർട്ടി. അപ്പോൾ ഏതായാലും നമ്മൾ നോക്കുമ്പോൾ BJPക്ക് കിടപിടിക്കാൻ, ഇനി തോൽപ്പിക്കാൻ കോൺഗ്രസിനേക്കാൾ അവർ നോക്കുന്നത് AAP എന്ന് പറയുമ്പോൾ AAP തന്നെ ഒരു BJP മുഖമാണ് എന്ന് തന്നെയല്ലേ സാർ പറയാനുള്ളത്? AAP തന്നെ ഒരു BJP മുഖമുള്ള പാർട്ടിയല്ലേ? AAPക്ക് ഒരു കാലത്ത് അങ്ങനെ ഒരു മുഖം അവർ നൽകിയിരുന്നു. ആ മുഖം അവർ ഭംഗിയായിട്ട് അണിയുകയും ചെയ്തു. നിങ്ങൾ ശ്രീരാമനെ എടുത്താൽ ഞങ്ങൾ ഹനുമാനെ എടുക്കും. ഇപ്പൊ തന്നെ പഞ്ചാബിൽ ഗുരു ഗ്രന്ഥ സാഹിബ് ഒരു വലിയ പദവി കൊടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നതിന് പോലും തടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്രമായ ഒരു റിലീജിയസ് ബില്ലാണ് അവരിപ്പോ പാസ്സാക്കിയത്. ആ ബില്ലിനെ ആരും ഇവിടെ എതിർത്തിട്ടില്ല. ഇത് BJP ആണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അയ്യോ അത് വളരെ വർഗീയമാണെന്ന് പറഞ്ഞു. ഏതായാലും സാർ നമുക്ക് സമയക്കുറവ് പോലെയാണ് ഞാൻ ഇടപെടുന്നത്. അതായത് നമുക്ക് കാണാൻ പോകുന്ന പൂരം എന്ന് പറയുന്നത് BJPയുടെ ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരിക്കും, സർജിക്കൽ ഓപ്പറേഷൻസ്. അതായത് ഇങ്ങനെ ഈ ഉള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രീയത്തിൽ ഞെട്ടലുളവാക്കുന്നത് തന്നെ ആയിരിക്കും, അല്ലേ സാർ? അല്ല, ഇത്തരം കാണാമറയത്തെ വെടിപൊട്ടിക്കുന്നതിൽ BJP വളരെ മിടുക്കന്മാരാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അമിത്ഷാ പഞ്ചാബിലായിരിക്കും, വെസ്റ്റ് ബംഗാളിലായിരിക്കുമ്പോഴാണ് വെസ്റ്റ് ബംഗാളിലായിരിക്കുമ്പോഴാണ് പഞ്ചാബിൽ വെടിപൊട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ സ്ഥലത്തും അവർ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2029-ലേക്കുള്ള നീക്കം, തങ്ങൾക്ക് 360 സീറ്റിൽ കൂടുതൽ വേണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നതിനുള്ള സ്റ്റെപ്പുകളാണ് ഈ എടുക്കുന്നത്. ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ പഞ്ചാബിൽ ഒരു ഭരണമാറ്റം, ഗോവയിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ശക്തി ഉള്ളതാണ്, അവിടെയും അവർക്ക്, ഗുജറാത്തിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സംശയമില്ല. യുപിയിലും അവർക്ക് വളരെ സിറ്റുവേഷൻ ആണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ അഖിലേഷ് യാദവിനെ വളരെ തറപറ്റിക്കണം. അതായത് AAPക്ക് ഡൽഹിയിൽ വന്ന പോലത്തെ ഒരു അവസ്ഥ അഖിലേഷ് യാദവിനെ അവിടെ ഉണ്ടാക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിട്ടാണ് BJP കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് 2029-ലേക്കും ഇനി വരാൻ പോകുന്ന അവർ കാണുന്ന സ്റ്റേറ്റ് ഇലക്ഷനിലേക്കും അവർ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. സാർ, സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. നന്ദി.